ആ പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് വേണ്ടി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവരെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് പോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ എനിക്ക് വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുകളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല. അതറിയാത്തതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. അപ്പൊ സക്കരിയ സലാഹിക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വന്നിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിനെ പ്രസംഗിക്കാൻ വിളിക്കരുത് എന്നാണ് തെളിവ്. പനസുസ്ലിയാർ ഗോപിന്റെ തെളിവ് പറഞ്ഞ പോലെ വാദമുണ്ട്, മുജാഹിദുകൾ അങ്ങനെ വിളിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇനി ആരാ വിളിക്കുന്നത് എന്നല്ലേ, വിളിക്കുന്നവരൊക്കെ ഉണ്ട്, ക്ലിപ്പിട്ടത് ഗോപിയാ എന്ന് പറയുമ്പോൾ സക്കരിയ സലാഹിക്ക് ഇങ്ങനെ വാദമുണ്ട്. എവിടെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ട്, അതല്ല ഇവിടെ കിട്ടേണ്ടത്. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടെങ്കിൽ സക്കരിയ സലാഹി പറഞ്ഞത് കേൾപ്പിക്കൂ. തിരിച്ചും മറിച്ചും ഉരുട്ടിയിട്ട് ആ പ്രവർത്തനം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് അനസ് മുസ്ലിയാർ അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അനസ് മുസ്ലിയാർ അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ മനുഷ്യൻ സഹോദരങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിന്നുന്നത് അന്നമാണ്. പ്രത്യേകിച്ച് മുജാഹിദുകളൊക്കെ പറഞ്ഞ തെളിവുകൾ കേട്ട് പഠിച്ച് പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. കാലഹീലകൾ വിഴുങ്ങി, കെട്ടുകഥകൾ വിഴുങ്ങി, പൗരോഹിത്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നിട്ട് വരണോ ഏറും കുത്തും അടിയും തൊടിയൊക്കെ സഹിച്ചിട്ട് അവിടെ നിന്നാ പോലെ. ആ ജനതയാണ് എന്റെ മുമ്പിലുള്ളത് എന്ന ഒരു പ്രാഥമിക ബോധം പോലും ഈ മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഈ കളിയിലൂടെ നമുക്ക് മനസ്സിലാണ്. കാരണം അദ്ദേഹം ഈ വാദത്തിനെതിരെ സക്കരിയ സലാഹിയുടെ ക്ലിപ്പിട്ട് തെളിയിച്ചു കൊടുക്കുകയാണ്. കേട്ടോളൂ. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ഒരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാന്ന് പെങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങളെങ്ങനെ ഞങ്ങളെ വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത്? കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മതം. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസിദ്ധിച്ച് നടക്കുന്ന ആളെ, എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെപ്പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. നാട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, എവിടേക്ക് നായിനെയും കൊണ്ടുപോണ്? നായോ ആടല്ലത്? പിന്നെയും കുറെ നിങ്ങൾ എവിടെ നായിനെയും കൊണ്ടുവരുന്നു? അപ്പൊ ഇനി നോക്കി കുറെ കഴിഞ്ഞ് മൂപ്പിക്കുന്ന അത് നായെന്ന് കേൾക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ
പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു നുണ ഇവിടെ പറഞ്ഞാൽ അപ്പ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴത്തി, എല്ലാ മടവൂരികളുടെ മൊബൈലിലും ഒരേ നുണ. നിങ്ങൾ അടിസ്ഥാനപരമായി ഇപ്പൊ എല്ലാ നവമടവൂരികളുടെ മൊബൈലിലും അതുപോലെ ഒരേ നുണ. ഒരു മെസ്സേജ് അങ്ങോട്ട് വിടുകയാണ്, പച്ച നുണ അങ്ങോട്ട് എഴുതിയിട്ട് ഒരു മടവൂരി ചാരൻ അത് വിടും. വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ നവമടവൂരികളും പാസ് ചെയ്യുകയാണ്. എന്നിട്ട് അതിങ്ങനെ വലിയ ഒരു ആനത്തലഹിറ്റ് കൊണ്ടിറക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ സഹോദരങ്ങളെ ഈ മടവൂരിസ് തലക്കേറ്റിയ ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർക്ക് നിസ്കരിക്കുമ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഈ ഒരു ഇങ്ങനെ പുഴുക്കൾ തളക്കണ പോലെ തന്നെ ഇതന്നെ രാവിലെ മുതൽ വൈകുന്നേരം. നമുക്ക് എന്തൊരു സ്വസ്ഥത ഉണ്ട്, നിർഭയത്വമുണ്ട്. കാരണം എന്താ, നമുക്കങ്ങനെ വാദമേ ഇല്ല. നമുക്കില്ലാത്തൊരു വാദം ഉന്നയിക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപ തോന്നുന്നത്. ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ, എങ്ങനെയെങ്കിലും ഈ ആരോപണം ഒന്ന് തെളിയിക്കണം. അതിനെന്ത് ചെയ്യണം? നുണകൾ അവിടുന്ന് ഇവിടുന്ന് ഒരുമിച്ച് കൂട്ടി അലകും കുറ്റും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മളത് വന്നിട്ട് 2 ക്ലിപ്പണ്ണോട് വിളിച്ചും അതാണ് പോയി. ഇങ്ങനത്തെ ഒരു ഗതികേട് ഈ സമുദായത്തിൽ സമസ്തക്കാർക്ക് പോലും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം സമസ്തയിൽ പണ്ടൊക്കെ പേരോട് പ്രേമ സഖാഫിയുടേതും അതുപോലെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും 1-2 മുസ്ലിയാക്കന്മാരുടെയും വൈരുദ്ധ്യം മാത്രമാണ് കിട്ടത്. ഇപ്പൊ ഇവർ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് അല്ലേ? ടി.പി. അബ്ദുള്ള കോയ മദനി സഹോദരങ്ങളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് പടച്ചുറമ്പുരാൻ നൽകിയ ഈ അമാനത്ത് നാളെ ചോദ്യം ചെയ്യുമോ എന്ന ഒരു ചെറിയ ഈമാൻ പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത വിധം അദ്ദേഹം ഈ മടവൂരികളുടെ അതേ ആരോപണം മുജാഹിദുകളുടെ നേരെ ഉന്നയിക്കുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ജിന്നിനോട് സഹായം തേടാൻ അത് അനാദരീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല. ജിന്നിനോട് സഹായം തേടാം എന്ന് മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല എന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ് ഈ വിഷയം? ഇവിടെ സഹോദരങ്ങളെ വിജനമായ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെടുന്ന ഒരാള് അയാളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ അയാൾക്ക് വഴിതെറ്റിയാൽ യാ ഇബാദല്ലാ അയ്യൂനി എന്ന് വിളിക്കണം. ആ വിളിക്കുമ്പോൾ അവിടെ അല്ലാഹു തആല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സഹായിക്കാൻ ഏൽപ്പിച്ച മലക്കുകളോ അതുപോലെ ആ മരുഭൂമിയിൽ ഉണ്ടായേക്കാനിടയിലെ മുസ്ലിം ജിന്നുകളോ ഉണ്ടെങ്കിൽ അവർ ഈ യാ ഇബാദല്ലാ അള്ളാഹിന്റെ അടിമകളെ എന്ന ഈ ഉറക്കനെയുള്ള വിളി കേട്ട് അല്ലാഹു തആല നിശ്ചയിച്ച പോലെ ഒരു സഹായം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് യാ ഇബാദല്ലാ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് അമൽ ചെയ്യാൻ പാടില്ല എന്ന് കേരളത്തിലെ എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരും പറയുന്നു. പക്ഷേ ഈ ഹദീസ് എങ്ങനെ ചർച്ചയ്ക്ക് വന്നു എന്ന് ചോദിച്ചാൽ സക്കരിയ സലാഹി കൊണ്ടുവന്നതല്ല, മറിച്ച് ഈ സമൂഹത്തിൽ മഹാത്മാക്കളെ വിളിച്ചു നേടാൻ വേണ്ടിയിട്ട് ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ ഒരു രേഖയില്ലാതായപ്പോ യാ ഇബാദല്ലാ എന്ന് മനുഷ്യരാരുമില്ലാത്തടത്ത് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ള. ആ യാ ഇബാദല്ലാ കൊണ്ട് ഉദ്ദേശം മരിച്ചുപോയ മഹാത്മാക്കളാണ് എന്ന് ഇവര് വ്യാഖ്യാനിച്ചു. അങ്ങനെ ഈ വിളി കാണാത്തവരോടായതുകൊണ്ട് അത് ദുആ ആണ്, അവ ദുആ അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദ് വാദം പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശിർക്കിന് തെളിവ് കൊണ്ടുവന്നപ്പോ മുൻഗാമികളായ സലഫി പണ്ഡിതന്മാരൊക്കെ കൊടുത്തു പോകുന്നൊരു മറുപടി ഉണ്ട്. അതെന്താ? യാ ഇബാദല്ലാ എന്ന വിളി മരിച്ചുപോയ മഹാത്മാക്കളല്ല, മരിച്ചുപോയ മഹാത്മാക്കളല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും പരിശുദ്ധാത്മാക്കളുടെ ആത്മാവുമല്ല, മറിച്ച് അവിടെ ഹദീസിലുള്ളത്, ഇനി ഹദീസ് സ്വഹീഹാണെന്ന് നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചാൽ പോലും ഹദീസിലുള്ളത് നാം കാണാത്ത അല്ലാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജീവനുള്ള ജിന്ന്, ജീവനുള്ള മലക്ക്, അല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളല്ല, എവിടെയെങ്കിലും ജിന്നും മലക്കുമല്ല. അതുകൊണ്ട് ഇനി സ്വഹീഹാണെന്ന് വെച്ചാൽ പോലും അള്ളാഹു ഏർപ്പെടുത്തിയ ഈ ജിന്നും മലക്കുമായ അള്ളാഹിന്റെ സൃഷ്ടികൾ എന്റെ വിളി കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് യാ ഇബാദല്ലാ എന്ന് ഉറക്കനെ വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമുള്ള ഒരു സഹായം അവർക്ക് ലഭിക്കും, അന്നേ അതിലുള്ളൂ. അതുകൊണ്ട് അത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കാൻ തെളിവല്ല.
മാത്രമല്ല ആ വിളി ഒരിക്കലും ദുആഇന്റെ പരിധിയിലേക്ക് പോകുന്ന വിളിയല്ല. ഇത് മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. ആ ഹദീസ് മുസ്ലിയാക്കന്മാർ ചർവണം ചെയ്തപ്പോൾ നമ്മളത് വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരണം സഹോദരങ്ങളെ കെ സക്കരിയ സ്വലാഹി മണ്ണാർക്കാട് സംവാദത്തിൽ സമദീയത്തിന്റെ ആദർശം സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന അലവി സഖാഫിക്കും സുലൈമാൻ സഖാഫിക്കും വിശദീകരിച്ചപ്പോൾ കേരള ജമിയത്തും ഇവിടെ ഇല്ലേ? അന്ന് അനീഫ് കായക്കുടി ആ സദസ്സിലില്ലേ? അന്ന് അത്രയും സലഫി ഇവിടെ ഇല്ലേ? അത് ശിർക്കൻ വാദമാണെങ്കിൽ ആ യാ ഇബാദല്ലയിൽ മലക്കും ജിന്നും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണ്, മുശ്രിക്കിന്റെ വാദമാണെങ്കിൽ എന്തേ സക്കരിയ സ്വലാഹിക്ക് അന്ന് തിരുത്തി കൊടുക്കാതിരുന്നേ? എന്തേ സക്കരിയ സ്വലാഹിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതിരുന്നത്? ബോധ്യപ്പെടുത്തിയില്ല. നല്ല പ്രശംസ നൽകി, നല്ല അന്തരീക്ഷമാണ് സംവാദം കൊണ്ടുണ്ടായതെന്ന് പറഞ്ഞു. അതുപോലെ അതിനുശേഷം ഹൊസങ്കടിയിലും ഇടമുറ്റത്തും അദ്ദേഹത്തെ KJUവിന്റെ പ്രതിനിധിയായി സംവാദവേദിയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഇപ്പൊ 2012 ഒരു ദുർബല ഹദീസും കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ വെച്ച് അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ സക്കരിയ സ്വലാഹി പറയുന്നു മുവാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അത് അബ്ദുറഹ്മാൻ സലഫി പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ താല്പര്യത്തിനനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു വേദിയിൽ നിന്ന് ഈ പ്രസിഡന്റ് പറയുമ്പോൾ സഹോദരങ്ങളെ എങ്ങനെ നമുക്കത് സഹിക്കാൻ കഴിയും? അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച TP അബ്ദുൽ കോയ മദനി മനസ്സിലാക്കാൻ, അതിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ മനസ്സിലാക്കാൻ, ഇവിടെ ഈ ഹദീസ് നമ്മെക്കാൾ കൂടുതൽ ചർച്ച ചെയ്ത ആള് അബ്ദുറഹ്മാൻ സലഫി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ദീർഘമായ വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം സക്കരിയ സ്വലാഹി വിശദീകരിക്കുന്നത് ഈ കാസർഗോഡ് തന്നെ നടന്ന പരിപാടിയാണ്. ഒന്ന് നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് സുഹൃത്തുക്കളെ ഇപ്പൊ ഞമ്മക്കാ കുറ്റം, ഹദീസും പിടിച്ച് നടക്കാണ്, ഹദീസിന്റെ വ്യാഖ്യാനം ഒന്ന് കേൾപ്പിച്ചെടുക്കും. ജാമ്യയിൽ വരാം രാത്രി 12:30 മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓടിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊല്ലുക ഇങ്ങോട്ട്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ആളാ. ഇവിടെ വന്നിട്ട് എന്തോരം നല്ലൊട്ടിയേക്കും കാസർഗോഡ് വന്നിട്ട് പല കോലുണ്ട്. രാത്രി 12:00 മുജാഹിദുകളെ മുസ്ലിക്കാക്കാൻ വേണ്ടി കൂടിയ മീറ്റിംഗിൽ മുജാഹിദുകളുടെ സദക്കയും സകാത്തും കൊണ്ട് നടക്കുന്ന ജാമ്യയുടെ പരിപാവനമായ ക്യാമ്പസിൽ അർദ്ധരാത്രി പാതിരാക്കുറുക്കൻ ഓടിയിടുന്ന നേരത്ത് നിന്ന് കൂവുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നാരാ പഠിപ്പിച്ചെന്നറിയോ? അതൊക്കെ കാണാൻ പോവാണ്. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. ആ ചോദ്യത്തിന് കേൾപ്പിച്ചു മോനെ. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരും ആയിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ അതിന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാമിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന് ശിർക്കുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ ഈ കള്ള ഹദീസ് ആരാണ് ഇതിനെ പഠിപ്പിച്ച മുഹദ്ദിസ് നിങ്ങൾ കണ്ടില്ലല്ലോ? കണ്ടോളൂ, ആ മുഹദ്ദിസ് ഇപ്പൊ വരും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കുക എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിനെന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. അതൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ഈ ഹദീസിന് ന്യൂനതയുണ്ട്. കള്ള ഹദീസ് എന്ന് പറഞ്ഞോ? കള്ള ഹദീസ് എന്ന റസൂലുള്ളാഹിനെ കെട്ടിണ്ടാക്കിയ ഹദീസാണ്. അപ്പൊ ഇയാൾ പറയുന്നത് കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ്
എന്നാ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ഇനി സനത് നോക്കാതെ തന്നെ പറയാം. സനത് സഹിയായിട്ട് ലൈഫാകട്ടെ, അത് നോക്കാതെ തന്നെ പറയാം. എന്താണ്? ഒരു പ്രാർത്ഥനയും അതിലില്ല. മഞ്ചേരിയോ പറയണ മാതിരി ഉള്ളൂ. മഞ്ചേരി ഓടി വരൂ. അവർക്കത് അറിയായിട്ടല്ല. അപ്പൊ അവരന്മാർ കുറച്ചേരനല്ല ഓടി വരണേന്ന് പറയുന്ന അതേ ഉള്ളൂ. മനുഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പറയല്ലേ? അതുപോലത്തെ ഉള്ളൂ. സനത് നോക്കാതെ തന്നെ പറയാം. ഒരു അപാകത അതിലില്ല, ഒരു വിളിച്ചു പ്രാർത്ഥനയില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫി ലോകം പണ്ട് മുതൽക്കേ പറഞ്ഞു പോകുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു നിലപാടിൽ നിന്ന് 2012 അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും തീരുമാനമെടുത്തു. നമുക്ക് നമ്മുടെ അധികാരങ്ങളും നാം ഉദ്ദേശിച്ചവരെ ഇതിന്റെ കീഴ്ഘടകങ്ങളിലും നടക്കണമെങ്കിൽ നിർബന്ധമായും മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നൊരു ആരോപണം പൊട്ടിക്കണം. ആ മടവൂരികളുടെ അതേ ആരോപണം ചെയ്തു പൊട്ടിക്കുകയും അതിനുവേണ്ടി അരീഫ് കായക്കുടി, അനസ് മുസ്ലിയാരെ പോലെയുള്ള ചില ആളുകളെ താൽക്കാലികമായി എന്ത് ചെയ്തു, ചില്ലറ കൊടുത്ത് സംഗതി നിലനിർത്തുകയും ചെയ്തു. എന്നാൽ സക്കരിയ സ്വലാഹിയേക്കാൾ കൂടുതൽ നേരം ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ അബോധികതയില്ലെന്നും ഈ വിളിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രതീക്ഷയില്ലെന്നും പ്രാർത്ഥനാ മനസ്ഥിതിയില്ലെന്നും അതുകൊണ്ടത് ശിർക്കല്ലെന്നും അപാകതയില്ലെന്നും ലഈഫാണെന്നും ഒക്കെ ഇദ്ദേഹം വിശദീകരിച്ചു. ഞാൻ ഈ ഉള്ളവൻ തന്നെ എത്രയോ പ്രദേശങ്ങളിൽ ഈ മുസ്ലിയാരുടെ ആരോപണത്തിന് മറുപടി പറയാൻ പോയെടുത്ത് ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പിട്ടിട്ട് ചോദിച്ചു, ഇങ്ങനെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് പിന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടില്ല, അത് ആരൊക്കെയോ എന്തൊക്കെയോ വെറുതെ കെട്ടിച്ചമക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിചിന്തനത്തിൽ ഒലക്കമുത്തി ന്യായീകരിച്ചു, പലതും പറഞ്ഞു നോക്കി. എന്നാൽ ഞാൻ വെല്ലുവിളിച്ചു, ജിദ്ദയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, അല്ലാഹുവാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സാക്ഷി നിർത്തി അബ്ദുറഹ്മാൻ സലഫി ഒരു സ്ഥലത്ത് പ്രഖ്യാപിക്കട്ടെ, അദ്ദേഹത്തിന് 70,000 റിയാല് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാമെന്ന് പറഞ്ഞു. 70,000 റിയാല് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്, കാരണം 70,000 റിയാലിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ജിദ്ദയിൽ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, സൗദിയിൽ പോയി പണ്ഡിതന്മാരെ കണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഞമ്മക്ക് വെറുതെ പിരിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും സഹോദരങ്ങളെ ഇന്ന് വരെ അദ്ദേഹം അത് തിരുത്തിയില്ല. ഇത്ര വ്യക്തമായി ഇവിടെ പറഞ്ഞു നടന്നിട്ട് എന്റെ ടി.പി. അബ്ദുള്ള കോയമദിന് ഈ അബ്ദുറഹ്മാൻ സലഫിയെ പുറത്താക്കാത്തെ? ഇദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി വന്നില്ല? നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിഷയത്തിലുള്ള നിലപാട് അനസ് മുസ്ലിയാരോ അനീഫ് കായക്കുടി അബ്ദുറഹ്മാൻ സലഫിയോ ജാമ്യയിൽ വെച്ചിട്ട് കുസുകുസു എന്ന് പറഞ്ഞാൽ മാറുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ടി.പി. അബ്ദുള്ള കോയ മദനിയെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുമ്പോൾ ഇവരുടെയൊക്കെ നിലവാരം മനസ്സിലാക്കാൻ, ഇവർക്കൊക്കെ സമൂഹത്തില് സഹോദരങ്ങളെ ഉള്ള സ്ഥാനം ഇടിഞ്ഞു പൊളിഞ്ഞ് മുജാഹിദുകളുടെ ഒരു ചെറിയ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പോലും ഇവരോടുള്ള ആദരവും ബഹുമാനം വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ അനസ് മുസ്ലിയാര് ഈ ആരോപണത്തിന് മറുപടി നൽകുന്നുണ്ട്. ആരാ ആരോപിക്കണമെന്നറിയോ? ജീവിതത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സമസ്തയിലെ മുസ്ലിയാക്കന്മാര്. അമീദ് വൈസി അമ്പലക്കടവ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ച് ഇസ്ലാം മാസിക വായിച്ച് നമുക്ക് നേരെ ശിർക്ക് ആരോപിച്ചപ്പോൾ അനസ് മുസ്ലിയാരെ മുജാഹിദുകളുടെ വേദികളിൽ കൊടുത്ത മറുപടി ഒന്ന് കേട്ടോളൂ. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രം പകലും ജില്ലയോട് സഹായം ചോദിക്കാനാണ് പിശാചിനോട് ചോദിക്കാൻ അറിയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ നമ്മൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസ് നമ്മൾ അറിഞ്ഞ പറയാം. മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ രക്ഷയില്ല, മരിച്ചു പോകുന്ന വഴിയുണ്ട്, വേറെ വഴിയില്ല. കാരണം മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്, ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് അള്ളാനോട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറയും അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിമ്മിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുതെറിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതൊട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ.
ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. അത് കുടുങ്ങ. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഇവിടെ വന്ന അനസ് മുസ്ലിയാര് KK സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഇതാ സക്കരിയ സ്വലാഹിക്ക് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദമുണ്ട് എന്നതിനു വേണ്ടി അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം ഏതാരോ ഇസ്ലാഹ് മാസികയിൽ നിന്ന് അനസ് മുസ്ലിയാര് ഇപ്പോൾ അമീദ് വൈസി അമ്പലക്കടവ് വായിച്ചതിന് മറുപടി കൊടുക്കുന്ന പോലെ സക്കരിയ സ്വലാഹി എന്ത് ചെയ്യുന്നു? ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ച് വായിക്കുകയാണ്. ആ ഉയർത്തിപ്പിടിച്ചിട്ട് വായിച്ചിട്ട് രാത്രിയുടെ മറവിൽ തപ്പിത്തെളിഞ്ഞ് നീങ്ങുന്ന ഒരാള് തൊട്ടടുത്തൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന്റെ ഉടമ ഒരു ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തോടുകൂടി എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ അബൗദികതയില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സംഗതി ചോദിക്കല്ല, കഴിവിൽപ്പെടാത്തത് തേടുകയുമില്ല. അതുകൊണ്ട് അത് ശിർക്കുമല്ല. ഇസ്ലാം മാസിക വായിച്ച് പറഞ്ഞതാണ്. ആ ശിർക്കുമല്ല എന്ന് പറഞ്ഞ വാചകം 3 വട്ടം മുമ്പിൽ പറയാ സക്കരിയ സ്വലാഹിക്ക് ഇത് ശിർക്കല്ല എന്ന് വാദമുണ്ട്, കേട്ടില്ലേ എന്ന്. എന്നാൽ ഈ അമീർ വൈസി അമ്പലക്കടവ് ഈ ഉദ്ധരണി വായിച്ച് ജിന്നിനോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകളുടെ വാദം എന്ന് പറയുമ്പോൾ അനസ് മുസ്ലിയാര് സഹോദരങ്ങളെ അത് ശിർക്ക് തന്നെയാണ്, ആ വാദം തിരുത്തേണ്ടതാണ് എന്നല്ല പറയുന്നത്. മറിച്ച് അദ്ദേഹം അതിനെ ന്യായീകരിച്ച് സക്കരിയ സ്വലാഹി പറയുന്നതിനേക്കാൾ കടുത്ത രൂപത്തിൽ തന്നെ അതിൽ ഒരു അപാകതയുമില്ല, അതിനെന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. എന്താ കുഴപ്പം? അപ്പൊ ഇത് കിട്ടിട്ട് നമ്മൾ പറയാം അനസ് മുസ്ലിയാരുടെ വാദം ജിന്നിനോട് സഹായം തേടാം വിജനമായ മരുഭൂമിയിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് നീതിയാകും? അതുകൊണ്ട് ഈ അനീതിയും അന്യായവും ഈ കപടതയും ഈ ഒറ്റ ക്ലിപ്പിൽ തന്നെ ബോധ്യപ്പെടുകയാണ്. കേട്ടോളൂ. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാൽ അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിന്റെ സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ടത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. ഹലോ, ആ വാചകം കൂട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വന്ന് അനസ് മുസ്ലിയാർ തൗഹീദിന്റെ ഒരുപാട് ആയത്തുകൾ ഓതി ഹുസൈൻ സൽഫിയുടെ ക്ലിപ്പിട്ടു. എന്നിട്ട് അമ്മയുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജഅലകും ഖുലഫാഅൽ അർളി അഇലാഹും അല്ലാഹ്. ഹുസൈൻ സൽഫി ചോദിക്കുക, അല്ലാഹു പോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്ക് സഹായം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ് എന്ന് ഹുസൈൻ സലഫി തൗഹീദിന്റെ ആയത്തോതി എതിട്ടിട്ട് ചോദിക്കുന്നു. മുസ്ലിയാര് ഈ നിലപാടിൽ നിന്ന് ജിന്ന് വന്നപ്പോൾ ഹുസൈൻ സലഫി നിങ്ങൾ പുറത്തുപോയില്ലേ? പെങ്ങളോ, നിങ്ങൾ മുജാഹിദ് കെട്ടിത്തന്നെ വേദിയിൽ വെച്ച് കൃത്യമായി പറയുന്നു എന്നതിൽ അഭൗതികതയില്ല, കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു വിളിയില്ല, അത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല. അതിനെന്താ കുഴപ്പമെന്നാ ചോദിച്ചേ. അപ്പൊ ഈ മറഞ്ഞ വഴി, തെളിഞ്ഞ വഴി, സൃഷ്ടി കഴിവ്, മനുഷ്യ കഴിവ് എന്നതൊക്കെ സക്കരിയ സ്വലാഹി ഉണ്ടാക്കിയതല്ല എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾക്കും അങ്ങനെ വാദമില്ല. ഇനി ഇയാളുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന ഇഷ്ടതോയുണ്ടല്ലോ, ഈ ഹനീഫ് കായക്കൊടി സക്കരിയ സ്വലാഹിയുടെ നാട്ടിലെ സമസ്തക്കാർക്ക് ഒരു മറുപടി നൽകുന്ന കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നു അമീർ വൈസി അമ്പലക്കടവ് അടങ്ങുന്ന ഈ വിഭാഗത്തെ. എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ എവിടെയെങ്കിലും ജിന്നുകളോട് സഹായം തേടാമെന്നോ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ എഴുതിയതായിട്ടോ പറഞ്ഞതായിട്ടോ ഉണ്ടെങ്കിൽ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നാളെ ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ
നന്ദിയിലെ മുജാഹിദ് പള്ളിയുടെ ചാവി നന്ദി പള്ളി കൂട്ടിയിട്ട് എവിടെ കൊണ്ടുവരും? നന്ദി ദാറുസ്സലാം എന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നു തരും. അത്രയും ആർജവത്തോടുകൂടി അന്ന് പറഞ്ഞ ആൾക്കാരവര്. കേട്ടോളൂ നിങ്ങളത്. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു വരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട് എന്ന്. ആ സലാത്തുല്ലമയുടെ പിഴച്ച സിദ്ധാന്തം ഇപ്പോൾ മണ്ടയിലേറ്റ് നടക്കുന്ന നമ്മുടെ മൗലവികളും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ട്. ആവർത്തിച്ചങ്ങനെ ചോദിച്ചു, ഒട്ടിക്ക് ഒന്ന് തെളിയിച്ചുകൊണ്ട ഗോവിന്ദ് അടിച്ച് പല്ല് പോയിക്കാണ് ബാലുശ്ശേരി പറഞ്ഞത്. ആവർത്തിക്കാൻ തോന്നുകയാണ് എനിക്ക്. എന്തൊരു സഹോദരങ്ങളെ ഗതികേടാണ് വരുന്നത്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ലോഡ് കയറായിട്ടാണ് ഓടല. കാള പൊറുവല്ലേ നോക്കണ്ടേ? ഇഹലോക ജീവിതത്തിൽ സഹോദരങ്ങളെ ഇങ്ങനെ പരിഹാസ്യരാകുന്ന വേറെ ആൾക്കാരുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിന്നിട്ടാണ് ഇപ്പത്. അതുകൊണ്ട് തന്നെ ബഹുമാനനായ ഹുസൈൻ സലഫി ഇവരുടെ നിലപാടിനനുസരിച്ച് തുള്ളാത്ത ഒരു വ്യക്തിയായതുകൊണ്ടും ഹക്ക് ബോധ്യപ്പെട്ടത് അവസാന സമയത്ത് സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചതുകൊണ്ടും അവസാനം ഇപ്പോൾ അദ്ദേഹത്തെ അരിക്കാക്കുക എന്നുള്ളതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള പരിപാടി. അതിന്റെ ഭാഗമായിക്കൊണ്ട് സഹോദരങ്ങളെ നമുക്കറിയാം, ഹുസൈൻ സലഫി ഈ നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ആളാണ്. ഏത്? ഇത് ശിർക്കാണ് എന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹം മാറ്റി പറഞ്ഞു, കുവൈത്തിലെ പണം കണ്ടിട്ട് ഇവൽക്കാരോ എന്തോ കൊടുത്ത് ആ ബുദ്ധിമുട്ടൊക്കെ തീർന്ന് അതിനനുസരിച്ചാണ് ഇവർ പറയുന്നത് എന്ന് ഇവർക്കറിയാം. അപ്പൊ ഇതുപോലെ വേറെയുള്ളവരുണ്ട് എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ സലഫിക്ക് നേരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുക. പണക്കാരുടെ മനുഷ്യരെ പിന്നെ ഇതിൽ കുടുങ്ങിയ ആളാണ് ഇദ്ദേഹം എന്ന് വരുത്തി തീർക്കുക. നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കണ്ട. ഹുസൈൻ സലഫി ആർജവത്തോടുകൂടി ആ ആരോപണത്തെ നിഷേധിച്ചിട്ടുണ്ട്. തെളിവുകൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കേട്ടോളൂ. അതെ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതെ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാര് മടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തതെന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ
ചെയ്യാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവിയോട് ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മറ്റേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതി കൊടുത്തില്ലേ, മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരും അതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ട് എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നെഴുതിയതിൽ എന്തേ ആ കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതി വെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിലുള്ളതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നിലപാട് 2012 മാറ്റിയവരാണ് യഥാർത്ഥത്തില് സമൂഹത്തോട് കൃത്യമായി കാര്യങ്ങൾ പറയേണ്ടത്. ഹുസൈൻ സലഫി അടങ്ങുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനോ ഒരു പ്രവർത്തകർക്കോ ഒരിക്കലും തന്നെ നിലപാട് മാറ്റേണ്ടി വന്നിട്ടില്ല. നിലപാട് മാറ്റിയവർ ഇന്ന് സമൂഹ മധ്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി ആരോപണങ്ങളുമായി സഹോദരങ്ങളെ രംഗത്ത് വരികയാണ്. എന്നിട്ട് നീതി അർഹിക്കാത്ത പ്രവർത്തനങ്ങൾ ഈ അനസ് മുസ്ലിയാർ അടങ്ങുന്ന ഈ കോക്കസ് ഹുസൈൻ സലഫിക്ക് നേരെ പിന്നെ അവരുടെ കാഹളം തിരിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തെ പരമാവധി പരിഹസിച്ചു. കാരണം എന്താ, ബഹുമാനായ ഹുസൈൻ സലഫി വരുന്ന സദസ്സുകളിലെല്ലാം ഈ വിഷയം പറയാറില്ലായിരുന്നു ആദ്യം. എന്നാൽ ഇതിനു ശേഷം പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കാൻ തുടങ്ങി. ജനപിന്തുണയുള്ള ഈ ഹുസൈൻ സലഫിയുടെ വാചകങ്ങൾ കേട്ട് നിഷ്പക്ഷമതികളായ അനവധി ആളുകൾ ഈ കോക്കസിന്റെ ആരോപണ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബലഭാഷി പറഞ്ഞ ചിന്തും വണ്ടി കയറി. അതിന് ഇവർക്ക് അമർഷം. അവസാനം പിന്നെ ആ ജിന്നും വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങി. കോഴിക്കോട് കടപ്പുറത്ത് ഇവര് വിളിച്ചുകൂട്ടിയ പരിപാടി ഉണ്ടല്ലോ, മടവൂരികളും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഒക്കെ പരമാവധി സഹകരണത്തോടു കൂടി കസേര അകലെ അകലെ ഇട്ടിട്ടാണെങ്കിലും ഏതാനും അകലെ അകലെ ഇരുന്നിട്ടാണെങ്കിലും ഏകദേശമൊക്കെ ഞങ്ങളും വലിയ ജനസഞ്ചയമുണ്ട് എന്നിങ്ങനെ സമാധാനത്തിന് വിളിച്ചു കൂവിക്കൊണ്ട് ആ രൂപത്തിലൊക്കെ ഒപ്പിച്ച ഒരു പരിപാടി ഉണ്ടല്ലോ കോഴിക്കോട്. ആള് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതല്ല അവിടെ വിഷയം. ആദർശം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലേ, സലഫിയത്തിലൂന്നിക്കൊണ്ടുള്ള നിലപാടാണോ അല്ലേ, ഇതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അത് മുജാഹിദികൾ നോക്കി അതിന്റെ കൃത്യമായ പിന്നെ ഗുണഫലം ഈ പ്രസ്ഥാനത്തില് ആദർശബോധമുള്ള ആളുകൾ കണ്ടു. അതിൽ അമർഷം കൊണ്ടപ്പോ പിന്നെ ഹുസൈൻ സലഫിയെ പാട്ടുകാരൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ആരാ പരിഹസിച്ചേ? അനസ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ സലഫി. സഹോദരങ്ങളെ, ഈ അനസ് മുസ്ലിയാര് നമുക്ക് നേരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അതിനൊക്കെ ഇയാളെന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു കാലഘട്ടം, വല്ലാത്തൊരു സാധനം തന്നെയാണത്. ഈ നൂറ്റാണ്ടിൽ നമുക്ക് കിട്ടിയ ഒരു മുതലുള്ളത്. കാരണം എന്താ, 500 പ്രസംഗം ഇയാൾ നടത്തിയാൽ 250 അനുകൂലം 250 പ്രതികൂലം രണ്ടും ഉണ്ടാവും. ഇയാൾ വിമർശിക്കുന്നതിന് ഇയാളെ കൊണ്ട് തന്നെ മറുപടി പറയാൻ കഴിയും. ഞാൻ നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ പിന്നെ പുണ്ണാക്കുകൊണ്ട് മെഴുക്ക് കളിയാന്ന് പറയും, പുണ്ണാക്കുകൊണ്ട് വെളിച്ചെണ്ണ കളിയാന്ന് പറയും. അതെന്താ, കൊപ്ര ഉണ്ടല്ലോ, തേങ്ങ, ആ തേങ്ങ കൊപ്ര ആക്കി ഉണക്കിയിട്ടാണ് മില്ലിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഉണ്ടാക്കുക. ആ കൊപ്ര പിന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, വെളിച്ചെണ്ണ ആക്കും. ആ വെളിച്ചെണ്ണ കയ്യുമലായാലോ ആ പുണ്ണാക്കെടുത്തിട്ട് ഒന്നിങ്ങനെ തുടച്ചിട്ട് അത് ഇട്ടെടുത്താൽ ആ വെളിച്ചെണ്ണ തീരും. ഇതുപോലെയാണ് ഇപ്പൊ മുസ്ലിയാരെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇയാളെ ക്ലിപ്പിട്ടിട്ട് 2 തുടക്കം തുടച്ചാൽ ആ വിഷയം തീരും. അതുകൊണ്ട് ഇയാൾ ഹുസൈൻ സലഫിക്ക് നേരെ ഇപ്പൊ പാട്ടുകാരെന്ന് പറഞ്ഞ് കളിയാക്കി നമ്മളിങ്ങനെ പരത്തി വെക്കുമ്പോ പേരോട് ഹുസൈൻ സലഫിയെ പാട്ടുകാരൻ എന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോ ഇയാളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ നല്ല ശബ്ദമുള്ള ആളുകളെ, അവനവന്റെ ശബ്ദം മോശമാണെങ്കിൽ എന്തിനാങ്ങൾ പരിഹസിക്കാതിരിക്കുന്നത് ഇയാൾ ചോദിച്ചു. ഇത് രണ്ടും കൂടി നമ്മളൊന്ന് കാണുമ്പോഴാണ് ഇയാളെ ശരിക്കുള്ള നിലവാരം നമുക്ക് മനസ്സിലാവും. ഒന്ന് കണ്ടോളി. പരിക്കുള്ള വിഷമം ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുന്നു പോലും, ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുകയാണ് പോലും ഒരു വിചാരിച്ചു ഇവരുടെ കുത്തകയാണെന്ന് നീട്ടി പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു പോലും. വേറെ ഒരു
ഇറങ്ങിയിട്ട് നോക്കുമ്പോ ടയർ പഞ്ചർ, വണ്ടി അനങ്ങണില്ല. അപ്പൊ നോക്കി ഡ്രൈവർ നോക്കും, മൂപ്പർക്ക് ലൈസൻസ് ഇല്ല. അങ്ങനെ കയറി തിരിക്കാൻ സ്റ്റിയറിംഗ് കഴിയില്ല. പിന്നെയോ പിന്നെ ഇങ്ങനെ സ്റ്റാർട്ടാക്കുന്നു, പുക മാത്രമേ ഒന്നുമില്ല, വണ്ടി അനങ്ങണില്ല. അവൻ പറയും തൽക്കാലം പാട്ടുണ്ട് വണ്ടിയിൽ കേട്ടോ, നിങ്ങൾ പാട്ട് കേട്ടിരുന്നു, കുറച്ച് പാട്ട് പാടിത്തരാം. ഒരു വട്ടം കരഞ്ഞു പാടിയാണ്. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഓ ഉഷാറാറുണ്ട്, കരഞ്ഞുള്ള പാട്ടാണല്ലോ. പിന്നെ നോക്കുമ്പോ കരച്ചിലും പറ്റില്ല. അപ്പൊ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, പാടി ഇറങ്ങി തുടങ്ങിയേ. അതുകൊണ്ടാണ് ഈ കടപ്പുറത്ത് ജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് കുവൈറ്റിന്റെ മണി കാണിച്ച്, അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞ് പേടിപ്പിച്ച് ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടിയിട്ട് എന്താണ് പറഞ്ഞത്? അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞ് പേടിപ്പിച്ച്. സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. ഓ എനിക്ക് ആ ശബ്ദം ഇല്ലല്ലോ, എന്തിനാണ് ചോദിക്കുന്നത്? മൂപ്പര് അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ. എന്നിട്ടിപ്പോ നിലക്കലാണ് ശബ്ദം ശബ്ദിച്ച് കുറച്ച് വെക്കാൻ. മൂപ്പരെക്കാളും എന്തായാലും മുമ്പരുത്, കേൾക്കണവനെ കേൾക്കുമ്പോ മുമ്പിൽ പോയത്. അപ്പൊ ശബ്ദം വളരെ പ്രയാസത്തോടെ. അള്ള ഓരോരുത്തർക്കും ഒരു അനുഗ്രഹം കൊടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് ഭയങ്കര ആഗ്രഹം. അതിനെ പാടിപ്പറഞ്ഞ് വെല്ലുവിളിക്ക് ഓശാന പാടിയ പാട്ടുകാരുടെ ആ പാട്ടൊക്കെ തന്നെ അവജ്ഞയോടെ ഇസ്ലാഹി കേരളം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുമ്പ് പാട്ട് പാടുന്നത് കേൾക്കാൻ ഓടിക്കൂടിയിരുന്ന ആളുകളുടെ പകുതി പോലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ കടപ്പുറത്ത് ഇത് മാസങ്ങളോളം പബ്ലിസിറ്റി നടത്തി. ബഹുവർണ്ണ ചിത്രങ്ങള്, ബഹുവർണ്ണ പോസ്റ്ററുകള്, അത് കാസർഗോഡ് മുതൽ അങ്ങ് മംഗലാപുരം വരെ കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിൽ മുഴുവനും നടന്ന് പരസ്യം ചെയ്തിട്ടും ഒരു പിടി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. ഓ എനിക്ക് ആ ശബ്ദം ഇല്ലല്ലോ, എന്തിനാണ് ചോദിക്കുന്നത്? മൂപ്പര് അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ. എന്നിട്ടിപ്പോ നിലക്കലാണ് ശബ്ദം ശബ്ദിച്ച് കുറച്ച് വെക്കാൻ. മൂപ്പരെക്കാളും എന്തായാലും മുമ്പരുത്, കേൾക്കണവനെ കേൾക്കുമ്പോ മുമ്പിൽ പോയത്. അപ്പൊ ശബ്ദം വളരെ പ്രയാസത്തോടെ. അള്ള ഓരോരുത്തർക്കും ഒരു അനുഗ്രഹം കൊടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് ഭയങ്കര ആഗ്രഹം. പിന്നെ കളവ് ആരുടെ പേരിൽ? ഹുസൈൻ സലഫിയുടെ പേരിൽ. ഹുസൈൻ സലഫിയുടെ പേരിൽ കളവ് എന്ത് ഗൂഢമായി അല്ലെങ്കിൽ